10ാം ദിവസവും ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടർന്ന് യു.എസ്. അമേരിക്കൻ സൈനികർക്ക് നേരെയുണ്ടാകുന്ന ഓരോ ആക്രമണങ്ങൾക്കും തിരിച്ചടി നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കെല്ലാം ഇക്കാര്യം നിർദ്ദേശമായി നൽകിക്കഴിഞ്ഞെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണം നടത്തിയ ഇറാൻ നിലപാടിനെ അപലപിച്ച് ഖത്തർ വിവരങ്ങൾ നൽകാനായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? നിലവിലത്തെ ഒരു സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? അഞ്ജന, തീർച്ചയായും നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു യാഥാർത്ഥ്യങ്ങളിലേക്ക് നീങ്ങുന്നു എന്നതാണ്. കാരണം നമുക്ക് അറിയാവുന്നതാണ്, ജോർദാനിൽ ആക്രമണം നടത്തി, അതുപോലെ തന്നെ കുവൈറ്റിലും ബഹ്റൈനിലും ഒക്കെ ആക്രമണം നടത്തി. ഇതിനെയൊക്കെ മധ്യസ്ഥ രാഷ്ട്രം കൂടിയായ ഖത്തർ അതിരൂക്ഷമായി അപലപിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനു പുറമെയാണ് അതിശക്തമായ ആക്രമണം യു.എസ്. സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് ഇറാനിൽ കർശനമായി തുടരുകയും ചെയ്യുന്നത്. ഇന്ന് 10ാം ദിവസം തുടർച്ചയായി ആക്രമണം നടത്തിയ ഒരു നിലപാടാണ് സെൻട്രൽ കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് അതിശക്തമായ ആക്രമണം പലയിടങ്ങളിലും നടത്തുകയും യുഎസിന്റെ ഇറാന്റെ പല സംവിധാനങ്ങളും, മിലിറ്ററി സംവിധാനങ്ങളും ആക്രമിച്ചുവെന്ന് യു.എസ്. സെൻട്രൽ കമാൻഡ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് പിന്നാലെയാണ് നേരത്തെ അഞ്ജന സൂചിപ്പിച്ചതുപോലുള്ള ഏറ്റവും നിർണായകമായ ഒരു കമന്റ് ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. സമൂഹ മാധ്യമ കുറിപ്പിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത് തങ്ങളുടെ സൈനികരുടെ ജീവനെ അതിനെ പല മടങ്ങായി തിരിച്ചടി നൽകുമെന്നൊരു നിലപാടാണ്. നമുക്കറിയാവുന്നതാണ്, നേരത്തെ ആക്രമണത്തിൽ ജോർദാനിലും അതുപോലെ തന്നെ മറ്റ് ചില രാജ്യങ്ങൾ, ഇറാഖിലൊക്കെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ 3 സൈനികരാണ്, യു.എസ്. സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഇത്തരത്തിൽ 3 പേർ കൊല്ലപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായതോടെ അതിരൂക്ഷമായ തിരിച്ചടി നൽകുമെന്ന് കൃത്യമായ നിലപാട് ട്രംപ് അറിയിക്കുകയും ചെയ്തിരുന്നു. ജോർദാനിലും ഇറാഖിലും ഉണ്ടായ ആക്രമണങ്ങളെ കൃത്യമായി മറുപടി നൽകുക, 3 സൈനികരുടെ ജീവത്യാഗത്തിന് മറുപടി നൽകുമെന്നൊരു നിലപാട് അറിയിച്ചിരിക്കുന്നത് ആക്രമണങ്ങൾ ഇനിയും ശക്തമായി തുടരുമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഹോർമൂസിൽ കർശനമായ നിയന്ത്രണം ഏർപ്പെടുത്തുക, ഹോർമൂസിലേക്ക് വരുന്ന ഒരു കപ്പൽ കൂടി തടഞ്ഞു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ 7ഓളം കപ്പലുകൾ തിരിച്ചയച്ചു എന്ന് വളരെ കൃത്യമായി തന്നെ സെൻട്രൽ കമാൻഡ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ അതിരൂക്ഷമായ ഒരു ആക്രമണത്തിന്റെ സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് അറിയാനും സാധിക്കുന്നത്. മറ്റൊരു നിർണായക വിവരം കൂടി പുറത്തു വരുന്നത്, മേഖലയിൽ, അതായത് ഒമാൻ തീരത്ത് ഒരു ആക്രമണം, കപ്പലിന് നേരെ, ഒരു സിവിലിയൻ കപ്പലിന് നേരെ ആക്രമണം നടന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ ബ്രിട്ടീഷ് മാരിടൈം ട്രേഡ് ഓർഗനൈസേഷൻ അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ചില സാഹചര്യങ്ങൾ കൂടി ഉണ്ടാകുന്നത് ഇനിയും ആക്രമണം രൂക്ഷമാകാനുള്ള വഴിതെളിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി ഐസൺ.